ലുക്മാൻ തൻ്റെ മകന് നൽകിയ മറ്റൊരു സാരോപദേശം ഇതായിരുന്നു: നീ നടത്തത്തിൽ മിതത്വം പാലിക്കുക. വിശുദ്ധ ഖുർആനിൽ ഒരു ദൈവവിശ്വാസി എങ്ങനെ നടക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അൽ ഇസ്രാ അഥവാ ബനി ഇസ്രായേൽ എന്ന അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കരുത്. ഭൂമിയെ നിനക്ക് ചവിട്ടിപ്പറക്കാൻ കഴിയില്ല, പർവ്വതത്തോളം നിനക്ക് ഉയരാനും കഴിയില്ല. അതുപോലെ മറ്റൊരു അധ്യായത്തിൽ, അൽ ഫുർഖാൻ എന്ന അധ്യായത്തിൽ പറയുന്നത്, ദൈവത്തിൻ്റെ അടിമ, പരമകാരുണ്യനായ ദൈവത്തിൻ്റെ അടിമകൾ അവർ ഭൂമിയിൽ നടക്കുന്നത് വളരെ വിനീതരായിട്ടായിരിക്കും. ഒരാളുടെ നടത്തത്തിലൂടെ അയാളുടെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അഹങ്കാരികളും റൗഡികളും അതേപോലെ തന്നെ അധികാരപ്രമത്തരുമായവരുടെയൊക്കെ നടത്തവും വിനയവും വിവേകവും ദൈവഭക്തിയും ഉള്ളവരുടെ നടത്തവും തമ്മിൽ പ്രകടമായ വ്യത്യാസം കാണാം. നടത്തത്തിൽ മാത്രമല്ല, വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴും ആ വ്യത്യാസം കാണാൻ കഴിയും. അഹങ്കാരിയും പൊങ്ങച്ചക്കാരനും ദൈവഭയമില്ലാത്തവനുമായ ഒരാളുടെ ഡ്രൈവിങ്ങും അതേപോലെ തന്നെ ബൈക്ക് ഓടിക്കുന്നതൊക്കെ കണ്ടാൽ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാം അവനൊരു അഹങ്കാരിയാണെന്ന്. താൻ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നടക്കുന്ന ഈ ഭൂമി തൻ്റെ സൃഷ്ടാവായ ദൈവം സൃഷ്ടിച്ചതാണ്. അവിടെ ആ സൃഷ്ടാവായ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ താൻ നടക്കാനും അതുപോലെ തന്നെ വാഹനമോടിക്കാനും പാടുള്ളൂ എന്ന് ഒരു ദൈവവിശ്വാസി മനസ്സിലാക്കുകയും അതനുസരിച്ചാണ് അയാൾ പ്രവർത്തിക്കുകയും ചെയ്യുക.